പ്രണവ് രക്ഷപ്പെടാൻ പല പ്രാവശ്യം നോക്കിയതുകൊണ്ട് പ്രണവിന് വെള്ളം പോലും കൊടുക്കുന്നില്ല ഗുണ്ടകൾ. വെള്ളം ചോദിച്ച് കരയുന്ന പ്രണവിന്റെ ശബ്ദം അടുത്ത മുറിയിലുള്ള ദേവൂട്ടി കേൾക്കുന്നു. ദേവിയോട് ദേവൂട്ടി പ്രാർത്ഥിക്കുന്നു. ദേവി പ്രണവിന് ആഹാരവും വെള്ളവും കൊടുക്കുന്നു. പ്രണവിന് മനസ്സിലാകുന്നു അടുത്ത റൂമിൽ ഗുണ്ടകൾ പൂട്ടിയിട്ടിരിക്കുന്ന പെൺകുട്ടിയാണ് അവൾക്കുള്ള ആഹാരവും വെള്ളവും പ്രണവിന് കൊടുത്തതെന്ന്. ദേവൂട്ടി ആരാണെന്നറിയാതെ പ്രണവ് അവളോട് നന്ദി പറയുന്നു. എന്നിട്ട് ഞാനിവിടെ നിന്നും രക്ഷപ്പെടുമ്പോൾ നിന്നെയും രക്ഷപ്പെടുത്തുമെന്നും പ്രണവ് അവളോട് പറയുന്നു. ദേവൂട്ടിയെ പിടിച്ചുകൊണ്ടുവന്നവൻ അവളെ കടന്നു പിടിക്കാനായി നോക്കുമ്പോൾ ആ കുട്ടി പ്രാർത്ഥിക്കുന്നു. ദേവി പറയുന്നു, നിന്നെ ആരും ഉപദ്രവിക്കില്ല, നിനക്ക് എന്താപത്തുണ്ടായാലും എൻ്റെ ശക്തി നിന്നിലുണ്ടാകും. അതോടെ അവൻ്റെ ബോധം പോകുന്നു. ആ സമയം നോക്കി ദേവൂട്ടി എവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് നിധി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ദേവൂട്ടി ആരാണെന്നറിയാതെ ഗുണ്ടകളെ പറ്റിച്ച് അകത്ത് കയറുന്ന നിധിയെ ദേവൂട്ടി കാണുന്നു. പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. നിധിക്ക് മനസ്സിലായി ദേവി സ്വപ്നത്തിൽ കാണിച്ചു തന്ന ഊമ പെൺകുട്ടിയാണിതെന്ന്. പവിത്രനോട് ഗുണ്ടകൾ നിധി വന്ന കാര്യം പറയുമ്പോൾ നിധി പ്രണവിനെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ പ്രണവിനെ അവിടെ നിന്നും മാറ്റണമെന്ന് പവിത്രൻ പറയുന്നു. പ്രണവിനെ എവിടെ നിന്നും മാറ്റുന്നത് നിധിയും ദേവൂട്ടിയും കാണുന്നു. പക്ഷേ അത് നോക്കി നിൽക്കാനേ അവർക്ക് അപ്പോൾ കഴിഞ്ഞുള്ളൂ. നിധിയെയും ദേവൂട്ടിയെയും കൊല്ലുന്നതിനായി വരുന്ന ഗുണ്ടകളെ ദേവൂട്ടി തന്നെ ദേവിയുടെ ശക്തിയാൽ നേരിടുന്നു. ഗുണ്ടകൾക്ക് മനസ്സിലാകുന്നു ദേവൂട്ടിക്ക് ദേവിയുടെ ശക്തിയുണ്ടെന്ന്. ദേവൂട്ടിയെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിടാമെന്ന് ഗുണ്ടകൾ സമ്മതിക്കുന്നു. പക്ഷേ ഗുണ്ടകളുടെ കൂടെ പോകാൻ ദേവൂട്ടിയെ നിധി സമ്മതിക്കുന്നില്ല. എന്നാൽ ദേവൂട്ടി ദേവിയോട് പ്രാർത്ഥിക്കുന്നു. ദേവിയുടെ സമ്മതം കിട്ടിയ ദേവൂട്ടി നിധിയോട് ആംഗ്യഭാഷയിൽ പറയുന്നു, പേടിക്കേണ്ട, ഇവർ എന്നെ വീട്ടിലെത്തിക്കും. അങ്ങനെ ദേവി നിധിയെ സ്വപ്നത്തിൽ കാണിച്ചതുപോലെ ദേവൂട്ടിയെയും പ്രണവിനെയും നിധി കാണുന്നു. ഗൗതമും നിധിയും പറഞ്ഞിട്ടാണ് പ്രണവിനെ കെട്ടിയിട്ടിരിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും ഗുണ്ടകൾ നുണ പറയുന്നു. ജ്യോതിർമയി പവിത്രനെ വിളിക്കുമ്പോൾ പ്രണവിന്റെ മുൻപിൽ നിന്ന് നിധി വിളിക്കുന്നതായിട്ട് നിധി മാഡം എന്ന് സംബോധന ചെയ്യുന്നു. നിധിക്ക് പ്രണവിനെ കൊണ്ടുപോയത് പവിത്രനാണെന്ന് കണ്ടുപിടിക്കാൻ മാത്രമാണ് കഴിഞ്ഞത്. രക്ഷപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന നിധിയോട് ഹേബിയസ് കോർപ്പസിനുള്ള അപേക്ഷ കൊടുത്തു കാണുമെന്ന രീതിയിലാണ് പാർവതിയമ്മ സംസാരിക്കുന്നത്. അതിനുള്ള അപേക്ഷ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് നിധി പറയുമ്പോൾ പാർവതിയമ്മ ചോദിക്കുന്നു അതെന്താണെന്ന്. CKCയുടെ ഭാര്യ ജ്യോതിർമയി വന്ന് എൻ്റെ കയ്യിലിരുന്ന അപേക്ഷാ ഫോം കീറിക്കളഞ്ഞു. പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം നിധി പാർവതിയമ്മയോട് പറയുന്നു. എങ്ങനെയാണ് ആ സ്ത്രീ ഇതറിഞ്ഞതെന്ന് പാർവതിയമ്മ നിധിയോട് ചോദിക്കുന്നു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നീയും ആരോടും പറഞ്ഞിട്ടില്ല. ഗൗതമിന്റെ അഡ്വക്കേറ്റിന്റെ അസിസ്റ്റന്റ് ജ്യോതിർമയിയുടെ ആളാണെന്ന് നിധിക്കും അഡ്വക്കേറ്റിനും അറിയില്ലല്ലോ. അവരാണ് ഇക്കാര്യം ജ്യോതിർമയെ അറിയിച്ചത്. പക്ഷേ പാർവതിയമ്മയും നിധിയും വസുന്ധരയെ തെറ്റിദ്ധരിക്കുന്നു. വസുന്ധരയാണ് ഇത് ചെയ്തതെങ്കിൽ അത് ചോദിക്കാനായി പാർവതിയമ്മ പോകുമ്പോൾ നിധി തടയുന്നു. ഇപ്പോൾ ഒന്നും ചോദിക്കേണ്ട, ഇനി മുതൽ അവരിവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എന്തും പറയാൻ. ശിവാനിയുടെ അമ്മയ്ക്ക് മനസ്സിലാകുന്നു CKCയും ജ്യോതിർമയുമാണ് പ്രണവിനെ തട്ടിക്കൊണ്ടുപോയതെന്ന്. ശിവാനിക്ക് ഇപ്പോഴും സംശയം മാത്രമാണുള്ളത്. CKC ഭാര്യയോട് പറയുന്നു, എന്തായാലും ഹേബിയസ് കോർപ്പസ് കൊടുക്കാതെ നിധിയെ തടഞ്ഞത് നന്നായി. പക്ഷേ അതിൽ നിന്നും നിധിക്കിപ്പോൾ പൂർണ്ണമായും മനസ്സിലായി പ്രണവിനെ തട്ടിക്കൊണ്ടുപോയത് നമ്മൾ തന്നെയാണെന്ന്. ഇത് കേട്ടുവരുന്ന ശിവാനിയും പറയുന്നു, എനിക്ക് മനസ്സിലായി പ്രണവിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന്. ഇത് കേട്ടതും CKCയും ജ്യോതിർമയും ഭയക്കുന്നു. ശിവാനി എല്ലാം അറിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. ശിവാനി പറയുന്നു, നിധിയും ഗൗതമുമല്ല പ്രണവിനെ തട്ടിക്കൊണ്ടുപോയതെന്നും ഗൗതമിന്റെ ബിസിനസ് ശത്രുക്കളിൽ ആരോ ആണെന്നും. തട്ടിക്കൊണ്ടുപോയ പവിത്രന്റെ ഫോട്ടോ ഇതാണെന്നും CKCയെ കാണിച്ചു കൊടുക്കുന്നു. CKCയാണ് ഇതിന്റെ പിന്നിലെന്ന് ശിവാനി മനസ്സിലാക്കിയിട്ടില്ല എന്നറിഞ്ഞ CKC സമാധാനിക്കുന്നു. ശിവാനി പറയുന്നു, ഈ പവിത്രനെ ഞാൻ എന്തായാലും കണ്ടുപിടിച്ചിരിക്കും. ഗൗതമിന്റെ അമ്മയുടെ സ്വപ്നമാണോ എന്നറിയില്ല. ചായ കൊടുക്കാൻ ചെന്ന CKCയോട് ഗൗതം അയാളുടെ മകനാണെന്ന് പറയുന്നു. ഗൗതമിനെ ജയിലിൽ നിന്നും രക്ഷിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് CKC ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. നിധി അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രണവിനെ കണ്ടുകിട്ടിയാലും ഗൗതമിന് ജാമ്യം കിട്ടിയാലും അമ്പലത്തിൽ പ്രസാദമായി കിട്ടുന്നത് വെളുത്ത പൂവായിരിക്കുമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നിധിക്ക് കിട്ടുന്നത് ചുവന്ന പൂവാണ്. ജയിലിൽ ഗൗതമിനെ ഉടുമ്പ് സാബു പുറകിൽ നിന്നും കഴുത്തിൽ കയറിട്ട് കൊല്ലാൻ നോക്കുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.